Hello children, we are doing exercise 3.4 of linear equations in two variables. ഈ എക്സസൈസ് തുടങ്ങിയപ്പം നമ്മൾ എലിമിനേഷൻ മെത്തേഡ് പഠിച്ചു. അപ്പോൾ അതോടെ ആകെ 3 മെത്തേഡ്സ് വി ഹാവ് സ്റ്റഡീഡ് അല്ലേ? ഗ്രാഫിക്കൽ മെത്തേഡ്, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ആൻഡ് എലിമിനേഷൻ മെത്തേഡ്. ഇനി റിമൈനിങ് സംസ് വന്ന് പ്രോബ്ലം സംസ് ആണ്. അപ്പോൾ ഈ പ്രോബ്ലം സംസ് റീഡ് ചെയ്തിട്ട് യു ഷുഡ് ബി ഏബിൾ ടു മേക്ക് 2 ഇക്വേഷൻസ് ഔട്ട് ഓഫ് ഇറ്റ്. ദെൻ യു സോൾവ് ഇറ്റ് ഇൻ എനി വേ. So let us see one by one. First sum, if we add 1 to the numerator and subtract 1 from the denominator, a fraction reduces to 1. It becomes 1 by 2 if we only add 1 to the denominator. What is the fraction? അപ്പോൾ ഇങ്ങനെ സംസ് വരുമ്പം ഫസ്റ്റ് നിങ്ങൾ എങ്ങനെ പ്രൊസീഡ് ചെയ്യുക? ഫസ്റ്റ് ഫുൾ ക്വസ്റ്റ്യൻ ഫുള്ളായിട്ട് റീഡ് ചെയ്യുക. എന്നിട്ട് ആ റീഡ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിൽ വരണം ഈ 2 അൺനോൺ തിങ്സ് എന്തൊക്കെയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്താണ് അവരൊരു ഫ്രാക്ഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ 2 അൺനോൺ തിങ്സ് എന്താണ്? ഒരു ന്യൂമറേറ്റർ and 1 denominator. അപ്പോൾ let the numerator be x and let the denominator be y. അപ്പോൾ നിങ്ങളുടെ ഫ്രാക്ഷൻ എന്തായിരിക്കും? x by y ആയിരിക്കും നിങ്ങളുടെ ഫ്രാക്ഷൻ. ഓക്കെ, ഇപ്പോൾ അവർ ഫസ്റ്റ് ഒരു സിറ്റുവേഷൻ എന്താ പറയുന്നത്? ഇഫ് വി ആഡ് 1 ടു ദ ന്യൂമറേറ്റർ, അപ്പോൾ എക്സ് പ്ലസ് 1 ന്യൂമറേറ്ററിന് ആഡ് ചെയ്തു 1. And what are they doing to the denominator? Subtract 1 from the denominator. അപ്പോൾ ഡിനോമിനേറ്ററിൽ y ഉണ്ടല്ലോ, അതിന് 1 സബ്ട്രാക്ട് ചെയ്ത് അപ്പോൾ y minus 1. So your equation reduces to 1. So you will have here 1 is equal to 1. അപ്പോൾ ദിസ് ഈസ് വാട്ട് അവർ ഇംഗ്ലീഷിൽ പറഞ്ഞത് നമ്മൾ മാത്സിൽ എഴുതി, അത്രേ ഉള്ളൂ. വെൻ യു ആഡ് 1 ടു ദ ന്യൂമറേറ്റർ ആൻഡ് സബ്ട്രാക്ട് 1 ഫ്രം ദ ഡിനോമിനേറ്റർ, ദ ഫ്രാക്ഷൻ ബിക്കംസ് ഈക്വൽ ടു 1. ഇറ്റ് റെഡ്യൂസസ് ടു 1. അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ നിങ്ങൾക്കൊരു പാറ്റേൺ കിട്ടുന്നുണ്ട്. പക്ഷേ ഇത് നമ്മൾ ലീനിയർ ഇക്വേഷൻ്റെ ഫോമിലായിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യുക? അതിന് ആ ഫോമിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഈ ഡിനോമിനേറ്ററിനെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോയാൽ എന്താവും? എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു y മൈനസ് 1. 1 ഇൻറ്റു y മൈനസ് 1 വിൽ ബി y മൈനസ് 1. ഇനിയും അതായിട്ടില്ല, നമുക്ക് വൈന് ഈ സൈഡിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ എന്താവും? എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു മൈനസ് 1. ഈ പ്ലസ് 1 അപ്പുറത്തേക്ക് പോയാൽ മൈനസ് 1 ആവും. അപ്പോൾ യു വിൽ ഹാവ് എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു മൈനസ് 2. ദിസ് ഇസ് യുവർ ഫസ്റ്റ് ഇക്വേഷൻ റെഡി ഇൻ ഫ്രണ്ട് ഓഫ് യു. ഇനി സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് അടുത്ത പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യനെ റീഡ് ചെയ്യാം. അതിലെന്താ പറയുന്നത്? ഇറ്റ് ബിക്കംസ് ഹാഫ്. Means finally our fraction half ആവും. That is, it will become half. When will it become half? If we only add 1 to the denominator. Means ന്യൂമറേറ്ററിന് ഒന്നും ചെയ്തിട്ടില്ല, ഡിനോമിനേറ്ററിന് 1 ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അത് ഹാഫായി. സോ വാട്ട് വി ഹാവ് റിട്ടൺ? ദ ഫ്രാക്ഷൻ ബിക്കംസ് ഹാഫ് ഇഫ് യു ആഡ് 1 ഓൺലി ടു ദ ഡിനോമിനേറ്റർ, ഡു നത്തിങ് ടു ദ ന്യൂമറേറ്റർ. അപ്പോൾ ഇങ്ങനെ കിട്ടി. ഇപ്പോൾ ഇത് നമുക്ക് നമ്മളെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഫോമാറ്റിലേക്ക് എഴുതിയെടുക്കാം. അപ്പോൾ 2നെ ഇവിടേക്ക് കൊണ്ടുവന്നാൽ ഇറ്റ് വിൽ ബിക്കം 2x ഈസ് ഈക്വൽ ടു y പ്ലസ് 1. യു ക്യാൻ ഫർദർ റെഡ്യൂസ് ഇറ്റ് ആസ് y 2x. യു ക്യാൻ ഫർദർ change it as 2x. y will come this side as minus y is equal to 1. അപ്പോൾ നിങ്ങളുടെ സെക്കൻഡ് ഇക്വേഷൻ കിട്ടി. 2 equations you made from the information given in the question. ഇനി നിങ്ങൾക്ക് എക്സും വൈൻ്റെ വാല്യൂ കണ്ടെത്തണം. അപ്പോൾ അത് ഏത് മെത്തേഡും യൂസ് ചെയ്യുക. ഗ്രാഫിക്കൽ മെത്തേഡ്, എലിമിനേഷൻ മെത്തേഡ് ഓർ യുവർ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ഇറ്റ് ഈസ് യുവർ ചോയ്സ്. യു ക്യാൻ ഡു ഇറ്റ്. സോ ചിൽഡ്രൻ, ഐ എം നോട്ട് ഡൂയിങ് ദ സൊല്യൂഷൻ ഹിയർ. ഐ എം ജസ്റ്റ് ഗോയിങ് ടു ഷോ യു ടു ഗെറ്റ് ദ ഇക്വേഷൻസ്. ഇപ്പോൾ ഫസ്റ്റ് സം വി ഡിഡ്. ലെറ്റ് us do the second. ഓക്കെ, ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ വന്ന് ഏജിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടാവും. അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് രീതി ഉണ്ട്. അതൊന്ന് മനസ്സിലാക്കിയാൽ എളുപ്പമാവും. See, 5 years ago, Noori was thrice as old as Sonu. 10 years later, Noori will be twice as old as Sonu. How old are Noori and Sonu? അപ്പോൾ ഇതിൽ നമുക്ക് എന്താ മനസ്സിലായി? നൂറിൻ്റെയും സോനുൻ്റെയും വയസ്സ് നമുക്ക് അറിയില്ല. അപ്പോൾ ലെറ്റ് us ഫസ്റ്റ് ബിഗിൻ. ലെറ്റ് നൂറീസ് ഏജ് ബി എക്സ് ആൻഡ് സോനൂസ് ഏജ് ബി വൈ. അപ്പോൾ എക്സും വൈയും നമുക്ക് മനസ്സിലായി എന്താണ് എടുക്കണമെന്ന്. ഇനി നമുക്ക് ഒരു പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാം. 5 years ago. അപ്പോൾ 5 years ago മീൻസ് വാട്ട്? ലെറ്റ് us റൈറ്റ് ഡൗൺ. 5 years ago രണ്ടാളുടെ ഏജ് എന്തായിരിക്കും? 5 years ago. ഇപ്പോൾ 5 years ago അവരുടെ ഏജ് എന്തായിരിക്കും? നൂറിയുടെ ഏജ് എന്തായിരിക്കും? എക്സ് മൈനസ് 5.
അതേപോലെ സോനുവിൻ്റെ ഏജ് എന്തായിരിക്കും? സോനുവിൻ്റെ ഏജ് y-5 അല്ലേ? ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പം നിങ്ങളുടെ വയസ്സ് 15 ഇയേഴ്സ്. അപ്പോൾ 5 വർഷം മുന്നേ നിങ്ങളുടെ വയസ്സ് എന്തായിരിക്കും? 10 ഇയേഴ്സ് അല്ലായിരിക്കും. അപ്പോൾ ആ 10 എങ്ങനെ കിട്ടി? 15 - 5 ചെയ്തപ്പം കിട്ടി. ഇപ്പോൾ അതേപോലെ നൂറിൻ്റെ ഏജ് ഇപ്പോൾ x ഇയേഴ്സ് ആണ്. അപ്പോൾ 5 വർഷം മുന്നേ നൂറിൻ്റെ ഏജ് എന്തായിരിക്കും? x-5 ചെയ്യണം. അതേപോലെ സോനുവിൻ്റെ ഏജ് y-5 ചെയ്യണം. ഇപ്പോൾ ഈ 5 years ago റിലേഷൻഷിപ്പ് അവർ എന്താ പറയുന്നത്? നൂറി വാസ് thrice as old as സോനു. അപ്പോൾ നൂറി വലിയ ആളാണ്. നൂറി വന്ന് 3 times the age of സോനു. അപ്പോൾ നൂറി is big. So Noori on one side, then 3 into Sonu's age on the other side. So you get the first relation like this. So this relation kittiyallo. Upon let us now bring it to our comfortable format. You will have x minus 5 is equal to 3y minus 3 into 5, that is minus 15. So now let us bring it to our format, that is x minus 3y is equal to, ivide minus 15 and write it as it is, and here this minus 5 will come here as plus 5. So you have your equation x minus 3y is equal to minus 10. Your first equation is ready. In the second case our enda parayne 10 years later. 10 years later, ഇപ്പോൾ നിങ്ങളുടെ വയസ്സ് 15 years ആണ്. 10 years later what your വയസ്സ് will be? 15 plus 10, that is 25. അപ്പോൾ നൂറിൻ്റെ വയസ്സ് എന്താവും? x plus 10 and സോനുവിൻ്റെ വയസ്സ് എന്താവും? y plus 10. ഓക്കെ, ഇനി ആ റിലേഷൻ എന്താ പറയുന്നത്? നൂറി വിൽ ബി ട്വൈസ് ആസ് ഓൾഡ് ആസ് സോനു. നൂറി വിൽ ബി ട്വൈസ് ആസ് ഓൾഡ് ആസ് സോനു. സോനുവിനേക്കാളും ട്വൈസ് ഓൾഡ് ആയിരിക്കും നൂറി. Okay, so now let us solve this. You will have it as x plus 10 is equal to 2y plus 20. 2y ne evidekku konduvara? X minus 2y is equal to 20 minus 10. So you will have it as x minus 2y is equal to 10. So you got your second equation. So this is how you get the two equations. Then you solve any method you can use and find the value of x and y. അപ്പോൾ x എന്തായിരിക്കും? നൂറിൻ്റെ ഏജ് ആയിരിക്കും. y എന്തായിരിക്കും? സോനുവിൻ്റെ ഏജ് ആയിരിക്കും. And you reach your answer. The sum of the digits of a 2-digit number is 9. Also, 9 times this number is twice the number obtained by reversing the order of the digits. Find the number. അപ്പോൾ ഇത് അഗെയിൻ ഒരു പാറ്റേൺ ആണ് കേട്ടോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ഏജ് സമ്മ് നമുക്ക് മനസ്സിലായല്ലോ എങ്ങനെ പ്രൊസീഡ് ചെയ്യണം. അതേപോലെ ഈ ഡിജിറ്റ്സിൻ്റെ വരുമ്പം അതിൻ്റെ ഒരു സിമ്പിൾ പാറ്റേൺ നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമുക്കൊരു നമ്പറാണ് വിചാരിച്ചോളി 23. 23 ഒരു നമ്പറാണ്. അപ്പോൾ 23ൻ്റെ 2 ഡിജിറ്റ്സ് എന്താണ്? ഒരു ഡിജിറ്റ് 2 ആണ്, ഒരു ഡിജിറ്റ് 3 ആണ്. ഓക്കെ, അതേപോലെ ഇപ്പോൾ നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ അവർ നമുക്ക് ഒരു 2 ഡിജിറ്റ് നമ്പറാണ് തരുന്നത്. അതിൻ്റെ 2 ഡിജിറ്റ്സും നമുക്ക് അറിയുന്നില്ല. അപ്പോൾ വി ആർ സേയിങ് ലെറ്റ് ദ ഡിജിറ്റ് ഇൻ ദ ടെൻസ് പ്ലേസ് ബി എക്സ് ആൻഡ് ദ ഡിജിറ്റ് ഇൻ ദ വൺസ് പ്ലേസ് ബി വൈ. അത് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഇപ്പോൾ ഈ നമ്പർ 23 അല്ലേ, അതിനെ നമ്മൾ 2 into 3 എഴുതാൻ പറ്റുമോ? 2 into 3 6 അല്ലേ. അപ്പോൾ നമുക്ക് 23 കിട്ടുന്നില്ലല്ലോ. അപ്പോൾ 2 into 3 ഒരിക്കലും എഴുതരുത്. 23നെ നമ്മൾ എങ്ങനെ റീപ്രസെൻറ്റ് ചെയ്യും? 20 plus 3 അല്ലേ, ദാറ്റ് വിൽ ഗിവ് യു 23. 2 into 3 ഒരിക്കലും എഴുതരുത്. 23 എഴുതണമെങ്കിൽ 20 plus 3 എഴുതണം. അപ്പോൾ നമ്മൾ x into y അല്ല നമ്മളെ നമ്പർ എന്താണ്? 10x plus y. അതാണ് നമ്മളെ നമ്പർ. ഓക്കെ, നമ്മളെ നമ്പർ x into y അല്ല, 10x plus y. ഇനി അവർ ചോദ്യത്തിൽ എപ്പോഴും എന്താക്കും അറിയോ? ഈ നമ്പറിനെ റിവേഴ്സ് ചെയ്യും. അപ്പോൾ റിവേഴ്സ് ചെയ്യുമ്പം 23നെ റിവേഴ്സ് ചെയ്യുമ്പം അതെന്താവും? 32 ആവും അല്ലേ. അപ്പോൾ നമ്മൾ XY ആണ് നമ്മളെ നമ്പറെങ്കിൽ അതിനെ റിവേഴ്സ് ചെയ്യുമ്പോൾ അത് YX ആവും. അപ്പോൾ 32നെ നമ്മൾ എന്താ പറയുക? 30 plus 2, ദാറ്റ് വിൽ ഗിവ് യു 32 അല്ലേ. അപ്പോൾ നമ്മൾ YXന് എന്താ പറയേണ്ടി? 10y plus x, ദാറ്റ് വിൽ ഗിവ് യു ദാറ്റ് നമ്പർ. അപ്പോൾ ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഇങ്ങനത്തെ സം വന്നാൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ സമ്മിനെ നേരിടാൻ പറ്റും. ഇനി നമുക്ക് ഒന്നും കൂടി ഈ സമ്മിനെ റീഡ് ചെയ്ത് നോക്കാം. ലെറ്റ് us begin by saying the number in the tens place be x and number in the ones place be y. So now let us read that part of the sum again.
the sum of the digits of a 2-digit number is 9. Okay, sum of the digits പറയുമ്പം ഈ ഡിജിറ്റും അങ്ങനെ അതിൻ്റെ സം. ഇപ്പോൾ ഈ നമ്പറിൻ്റെ സം ഓഫ് ദ ഡിജിറ്റ്സ് 5 ആണ്. 2 + 3 ഗിവിങ് യു 5. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ സം ഓഫ് ദ ഡിജിറ്റ്സ് 9 ആണ്. അപ്പോൾ നമ്മൾ ഡിജിറ്റ് എന്താണ്? ഒരു ഡിജിറ്റ് എക്സ് ആണ്, ഒരു ഡിജിറ്റ് വൈ ആണ്. അപ്പോൾ എക്സ് + വൈ = 9. നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ എത്ര ഈസി ആയിട്ട് കിട്ടി. ഇനി സെക്കൻഡ് ഇക്വേഷൻ ഇവർ എന്താ പറയുന്നത്? ഓൾസോ 9 times ദിസ് നമ്പർ ഈസ് ട്വൈസ് ദ നമ്പർ ഒബ്റ്റെയിൻഡ് ബൈ റിവേഴ്സിങ് ദ ഓർഡർ ഓഫ് ദ ഡിജിറ്റ്സ്. അപ്പോൾ 9 times ദിസ് നമ്പർ. അപ്പോൾ നമ്മളെ നമ്പർ എന്താണ്? 10x + y. ഇവിടെ നിങ്ങൾ എക്സ് വൈ എടുക്കരുത്. ദിസ് നമ്പർ ഇസ് വാട്ട്? 10x + y. അപ്പോൾ 9 times ഓഫ് ദിസ് നമ്പർ മീൻസ് 9 × 10x + y. That is equal to, what they are saying, it is equal to twice the number obtained by reversing the order of the digits. ഇപ്പോൾ reversing of the order means what? നമ്മളെ ഡിജിറ്റ് എന്താവും? 10y + x ആവൂലെ നമ്മളെ നമ്പർ. അതിൻ്റെ ട്വൈസ് 2 × 10y + x. ഇനി ഒന്നും കൂടി ആ സമ്മ് റീഡ് ചെയ്ത് നോക്കട്ടെ. 9 times our number is equal to twice the number obtained by reversing the digits. ഇനി നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞത് മാത്സിൽ എഴുതി. ഇനി നമുക്ക് നമ്മളെ കംഫർട്ടബിൾ ലെവലിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ 9 × this that you have to do 90x + 9y = 20y + 2x. So you will have 90x - 2x. Then here you have +9y - 20y = 0. ഇപ്പോൾ ഇതിൽ എന്താ ചെയ്തത്? ഞാൻ ഈ റൈറ്റ് സൈഡിലുള്ളതൊക്കെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അവിടെ ബാക്കി ഒന്നുമില്ല. അപ്പോൾ 0 ഉണ്ട് അവിടെ ബാക്കി. പിന്നെ ഞാൻ എക്സ് ടേംസിന് ഒപ്പരം എഴുതിയിട്ടുണ്ട്. അപ്പോൾ 90x - 2x അത് എത്രയാണ്? 88x പ്ലസ് 9y - 20y. 9y - 20y will be -11y = 0. Okay, 88x + -11y = 0. ഇതിനെ തന്നെ നിങ്ങൾക്കൊരു ഇക്വേഷനായിട്ട് കൺസിഡർ ചെയ്യാം. പക്ഷേ ഇവിടെ നോക്കൂ, 88ഉം 11 കാണുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു 11നെ കോമൺ എടുക്കാൻ പറ്റുമല്ലോ അവിടെ. അപ്പോൾ എങ്ങനെ 11നെ കോമൺ എടുത്താൽ യു വിൽ റിമെയിൻ വിത്ത് 8x - y = 0. 11നെ കോമൺ പുറത്തെടുത്ത് അപ്പോൾ 8x - y = 0 കിട്ടും. ദിസ് 11 will go here in the denominator. അപ്പോൾ 0/11 will be 0. So your equation reduces to 8x - y = 0. This is your second equation. അപ്പോൾ ഇങ്ങനെ രണ്ട് ഇക്വേഷൻ കിട്ടും. യു ഹാവ് ടു സോൾവ് ഇറ്റ് ഇൻ എനി വേസ്. ഇറ്റ് ബിക്കം സോ സിമ്പിൾ ഫൈനലി. ആൻഡ് ദെൻ യു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ. അപ്പോൾ എക്സിൻ്റെ ഒരു വാല്യൂ ഇപ്പോൾ ഞാൻ ശ്രദ്ധിക്കണം, എക്സ് ഒരു സിംഗിൾ ഡിജിറ്റ് നമ്പറാണ് നിങ്ങൾക്ക് കിട്ടേണ്ടി. ഓക്കെ, അതേപോലെ വൈയും ഒരു സിംഗിൾ ഡിജിറ്റ് നമ്പറാണ് കിട്ടേണ്ടി. ദിസ് ഈസ് എ 2-digit നമ്പർ. അപ്പോൾ ഒരു ഡിജിറ്റാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആൻസറിന് ചെക്ക് ചെയ്ത് നോക്കാം. ആൻസർ കിട്ടിയതിൻ്റെ ശേഷം ഈ റിലേഷൻഷിപ്പിൽ ഇട്ടിട്ടും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. So children, find the answer yourself. Meena went to a bank to withdraw rupees 2000. She asked the cashier to give her rupees 50 and rupees 100 notes only. Meena got 25 notes in all. How many notes of rupees 50 and rupees 100 she received? അപ്പോൾ നിങ്ങൾ ചോദ്യത്തിൻ്റെ ലാസ്റ്റ് ഭാഗം കണ്ടിട്ട് എക്സും വൈയും തീരുമാനിക്കുക. അപ്പോൾ നമ്പർ ഓഫ് നോട്ട്സ് ആണ് ചോദിക്കുന്നത്. എത്ര 50 റുപ്യൻ്റെ നോട്ടും എത്ര 100 റുപ്യൻ്റെ നോട്ടും കിട്ടിയെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ്? ലെറ്റ് ദ നമ്പർ ഓഫ് 50 റുപ്പി നോട്ട് ബി എക്സ്. അപ്പോൾ നമുക്ക് എന്താ എടുക്കുക? 50 റുപ്പി നോട്ടിന് എക്സ് എടുക്കുക, 100 റുപ്പി നോട്ടിന് വൈ എടുക്കുക. ഇനി ക്വസ്റ്റ്യൻ ഒന്നും കൂടി റീഡ് ചെയ്ത് നോക്കുക. ഓക്കെ, 2000 റുപ്പീസാണ് ഓൾ എടുത്തത്. ഓക്കെ, അപ്പോൾ എത്ര? എക്സ് ഇൻറ്റു 50 അത്ര റുപ്പീസും പ്ലസ് വൈ ഇൻറ്റു 100 അല്ലേ? വൈ ഇൻറ്റു 100 ഷുഡ് ബി ഈക്വൽ ടു 2000 അല്ലേ? അവൾ ടോട്ടൽ 2000 റുപ്പീസ് അല്ലേ എടുത്തേ. അപ്പോൾ ടോട്ടൽ ഒക്കെ കിട്ടിയ പൈസ 50 റുപ്പീസ് നോട്ടും പിന്നെ 100 റുപ്പീ നോട്ടും മാത്രമാണ് ഉള്ളത്. അപ്പോൾ എക്സ് ഇൻറ്റു 50
So that will give you the total amount that forms with the help of 50 rupees. And y into 100 will give you total amount that forms with the help of 100 rupees. അല്ലേ? അപ്പോൾ ഈ രണ്ടിനെ ആഡ് ചെയ്യുമ്പോൾ അവർക്ക് ടോട്ടൽ കിട്ടിയ പൈസ നമുക്ക് കിട്ടണം. അപ്പോൾ ദാറ്റ് വിൽ ഗിവ് യു അവർ ഫസ്റ്റ് ഇക്വേഷൻ 50x plus 100y is equal to 2000. So our first equation is ready. പിന്നെ നെക്സ്റ്റ് എന്താ പറയുന്നത്? മീന ഗോട്ട് 25 നോട്ട്സ് ഇൻ ഓൾ. ഓക്കെ, ടോട്ടൽ കിട്ടിയ നോട്ട്സ് എത്രയാണ്? 25. അപ്പോൾ എക്സ് നോട്ട്സ് ആണ് 50ൻ്റെ, വൈ നോട്ട്സ് ആണ് 100ൻ്റെ. അപ്പോൾ ടോട്ടൽ നോട്ട്സ് വന്ന് 25. So this is your second equation. So your equation becomes so simple. This you can solve by any method. Let us see the last sum. A lending library has a fixed charge for the first 3 days and additional charge for each day thereafter. Sarita paid rupees 27 for a book kept for 7 days, while Susie paid rupees 21 for the book she kept for 5 days. Find the fixed charge and the charge for each extra day. അപ്പോൾ ഇതൊരു നെക്സ്റ്റ് പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഇതുവരെ നമ്മൾ നോക്കിയാൽ ഏജ് വന്ന ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ആ ഡിജിറ്റിൻ്റെ നമ്പേഴ്സിൻ്റെ വരുന്ന അതൊരു പാറ്റേൺ ആണ്. അതേപോലെ ഇതൊരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇതിപ്പോൾ ഈ കേസിൽ നിങ്ങൾക്ക് ലൈബ്രറീൻ്റെ കേസാണ് വരുന്നത്. അതേപോലെ ഞങ്ങൾക്ക് ചിലപ്പം ടാക്സീൻ്റെ കേസ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കോൺസെപ്റ്റ് എന്താണ്? ഇപ്പോൾ ഈ ലൈബ്രറിയിൽ നിന്ന് ബുക്ക് റെൻറ്റിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബുക്ക് കൊടുക്കുന്നതിന് അർത്ഥം എന്താ? കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തിരിച്ച് കൊടുക്കുമ്പം അത്ര ദിവസത്തെ വാടക കൊടുക്കണം ലൈബ്രറിയിൽ. ഓക്കെ, അപ്പോൾ ഈ ലൈബ്രറീൻ്റെ റൂൾ എന്താണ്? ഇന്നാണ് നിങ്ങൾ ബുക്ക് വാങ്ങിപ്പോയത്. അപ്പോൾ ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ, തേർഡ് ഡേ, ഈ 3 ദിവസത്തിന് ഒരു ഫിക്സഡ് ചാർജ് ഉണ്ട്. ഓക്കെ, ഒരു ഫിക്സഡ് ചാർജ് ഉണ്ട് ഈ 3 ദിവസത്തിന്. ഓക്കെ, അതിൻ്റെ ശേഷം വരുന്ന ഓരോ ദിവസത്തിന് കൂട്ടുന്ന ചാർജ് വേറാണ്. ഇതിൻ്റെ ഒക്കെ സെയിം ചാർജ്. ഓരോ ദിവസമാകുമ്പോൾ അത്രയും ചാർജ് കൂടി വരും. ഓക്കെ, അപ്പോൾ ഒരു 2 types of charges there. Fixed charge is there and the charge per day is also there. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണ്? ഇപ്പം നിങ്ങൾ ഒരു ദിവസത്തിനാണ് ബുക്ക് റെൻറ്റ് ചെയ്യുന്നതെങ്കിലും ഈ ഫിക്സഡ് ചാർജ് നിങ്ങൾ പേ ചെയ്യണം. നിങ്ങൾ 3 ദിവസത്തിനാണ് റെൻറ്റ് ചെയ്താലും ഈ ഫിക്സഡ് ചാർജ് പേ ചെയ്യണം. പക്ഷെ നിങ്ങൾ 4 ദിവസങ്ങൾ എടുത്ത് വെച്ചാൽ എന്താവും? ഈ ഫിക്സഡ് ചാർജും പേ ചെയ്യണം, പ്ലസ് ഈ റെൻറ്റ് ഫോർ 1 day ദാറ്റ് യു ഹാവ് ടു പേ മോർ. അപ്പോൾ ഇതേ കേസാണ് അറൈസ് ചെയ്യുന്ന ടാക്സീൻ്റെയും. ടാക്സി ആവട്ടെ, ഓട്ടോ ആവട്ടെ, നമ്മൾ ഓട്ടോ ഹയർ ചെയ്താൽ ഒരു മിനിമം ഫെയർ ഉണ്ടാവും. അതിൻ്റെ മിനിമം ഫെയർ നമ്മൾ അടച്ചിരിക്കണം. കുറച്ച് ദൂരം പോയാലും ഒരു മിനിമം ഡിസ്റ്റൻസ് ഉണ്ട്. അത്ര ദൂരം പോയാൽ ആ മിനിമം ഫെയർ യു ഹാവ് ടു പേ. ആൻഡ് ഫോർ എവറി അതർ കിലോമീറ്റർ you have to pay the extra fare. Okay, അതേ ആ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലുണ്ടാവണം. അപ്പോൾ 2 types of fares are there. So let the fixed charge be x and the charge per day be y. So you have the 2 case. എക്സിന് എന്താ എടുത്ത്, വൈന് എന്താ എടുത്ത്, നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി. 2 കേസ് ഉണ്ടല്ലോ ഇവിടെ. അപ്പോൾ ഫിക്സഡ് ചാർജിന് എക്സ് എടുക്കുക ആൻഡ് ചാർജ് പെർ ഡേന് വൈന്ന് എടുക്കുക. ഇനി നമുക്ക് നോക്കാം ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്. 2 cases പറയുന്നുണ്ട്. ഒരു കേസാണ് സൂസിൻ്റെ കേസ്, ഒരു കേസാണ് സരിതൻ്റെ കേസ്. അപ്പോൾ സരിത പെയ്ഡ് rupees 27 ഫോർ എ ബുക്ക് കെപ്റ്റ് ഫോർ 7 days. അപ്പോൾ 7 days ആണ് ഷി കെപ്റ്റ് ദ ബുക്ക്. അപ്പോൾ 7 days ബുക്ക് കീപ്പ് ചെയ്യണമെങ്കിൽ അവൾ എന്താക്കിയിട്ടുണ്ടാവും? എക്സ് ഫിക്സഡ് ചാർജ് പേ ചെയ്തിട്ടുണ്ടാവും, പ്ലസ് 3 days കഴിഞ്ഞ് ബാക്കി 4 daysൻ്റെ റിമൈനിങ് പെർ ഡേ ചാർജ് 4y. അങ്ങനെ കൂട്ടിയപ്പം അവൾ കൊടുത്ത പൈസ 27 rupees. ദിസ് ഈസ് യുവർ ഫസ്റ്റ് കേസ് റെഡി ഇൻ ഫ്രണ്ട് ഓഫ് യു അല്ലേ? ഇനി സൂസി എന്താ ചെയ്തത്? സൂസി 5 days ആണ് ആ ബുക്ക് കീപ്പ് ചെയ്തത്. അപ്പോൾ അവളും എന്താക്കിയിട്ടുണ്ടാവും? ഫിക്സഡ് ചാർജ് പേ ചെയ്തിട്ടുണ്ടാവും, പ്ലസ് റിമൈനിങ് 2 daysൻ്റെ പെർ ഡേ ചാർജ് പേ ചെയ്തിട്ടുണ്ടാവും. സോ ദാറ്റ് വിൽ ഗിവ് യു ഹൗ മച്ച് റുപ്പീസ് ഷീ സ്പെൻഡ്? 21 rupees ഷീ ഗേവ്. ഓക്കെ, അവൾക്ക് വന്ന ചാർജ് 21 rupees. അപ്പോൾ ഈ 2 ഇക്വേഷൻ ഇസ് റെഡി ഇൻ ഫ്രണ്ട് ഓഫ് യു. ദിസ് യു ക്യാൻ സോൾവ് ആൻഡ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ. അതാണ് അവർ ചോദിക്കുന്നത്. ഫിക്സഡ് ചാർജും ചാർജ് ഫോർ ദ എക്സ്ട്രാ ഡേ എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ദാറ്റ് യു ക്യാൻ ഈസിലി സേ എക്സിൻ്റെ വാല്യൂ കിട്ടിയാൽ ദാറ്റ് ഇസ് ഫിക്സഡ് ചാർജിൻ്റെ വാല്യൂ, വൈൻ്റെ വാല്യൂ കിട്ടിയാൽ ദാറ്റ് ഇസ് യുവർ ചാർജ് പെർ ഡേൻ്റെ വാല്യൂ. സോ ദിസ് ഈസ് ഹൗ യു സോൾവ് സച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ആൻഡ് വിത്ത് ദിസ് വി ഫിനിഷ് യുവർ എക്സസൈസ് 3.4. ചിൽഡ്രൻ, ഐ സ്ട്രോങ്ലി റെക്കമെൻഡ് ഈ വീഡിയോ കേട്ടപാട് തന്നെ എല്ലാ സമ്മും സോൾവ് ചെയ്ത് നോക്കൂ, വെദർ യു ആർ ഗെറ്റിംഗ് ദ ആൻസർ ഓർ നോട്ട്. ഇഫ് യു ആർ ഫൈൻഡിങ് എനി ഡിഫിക്കൽട്ടി ടു സോൾവ് ദ സം ഫർദർ, please comment and let me know. I will surely include it in my next video. Okay children, bye.